ഹലോ, വെൽക്കം ടു ന്യൂമാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 5 മിനിറ്റ് മാത്രം മതി, നല്ല ടേസ്റ്റും ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു ടൊമാറ്റോ, ഒരു കൊണ്ടമുളക്, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യം. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രസം ഉണ്ടാക്കാനായിട്ട് ഒരു ടൊമാറ്റോ ഞാൻ തീരെ നൈസായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചിലർ മിക്സിയിൽ അടിച്ചെടുക്കും, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ തീരെ പൊടിയായിട്ട് അരിഞ്ഞിടുമ്പോൾ നമുക്ക് രസം ഒരുപാട് സമയം നമ്മൾ തിളപ്പിക്കില്ലല്ലോ, അതാണ് തീരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കുറച്ച് മല്ലിയില, ശകലം കറിവേപ്പില, പിന്നെ ഒരു തൊണ്ടൻ മുളക്. ഇത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റാണ് രസത്തിന്. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇതൊക്കെ ചേർത്തിട്ടാണ് രസം ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഒരു നെല്ലിക്കയില വലിപ്പത്തിൽ. അപ്പം നമുക്കിനി ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഇപ്പം ഞാൻ രസം ഉണ്ടാക്കുന്ന ആ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം കൂടുതൽ ജോലിയൊന്നും ഇതിലില്ല. ഒരു 5 മിനിറ്റ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. ഒരു ടൊമാറ്റോ അല്ലേ കട്ട് ചെയ്തോളൂ, അപ്പോൾ അതിനൊന്നും വലിയ സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ പുളി വരയ്ക്കിയ വെള്ളം നമ്മൾ ആദ്യം ഇതിൽ ചേർക്കാം. ഞാൻ പുളിയും എരിവും ഒക്കെ ഈ രസം വയ്ക്കുമ്പോഴേ ഈ പൊടികളൊക്കെ ആവശ്യത്തിനേ ചേർക്കാവൂ, കൂടുതൽ ചേർക്കാൻ പാടില്ല. കൂടുതൽ ചേർക്കുമ്പോൾ അതിലുള്ള ആ പൊടികളുടെയൊക്കെ, അതായത് കുരുമുളക് പൊടി, ഇതിൻ്റെയൊക്കെ ഒരു തുവർപ്പുണ്ടാവും. അപ്പോൾ ആ രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ കുറച്ച് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. പിന്നെ വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ. ഒരു 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, എന്നാലും കുറച്ചിടാൻ നമുക്ക്. ഞാനൊരു 1/4 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. ചിലർക്ക് അത് ഇങ്ങനെ മുന്തി നിൽക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ ചെയ്താലേ അത് കൊള്ളാവൂ, അത്രയേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നേ, 1/4 ടീസ്പൂൺ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഞാൻ പറഞ്ഞ പോലെ പൊടികളൊന്നും കൂടണ്ട കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. രസത്തിന് വെളുത്തുള്ളിയും കൂടെ വേണം. ഒരു 3 അല്ലി എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കറണ്ടൊന്നും ഇല്ലാത്ത സമയത്തിൽ രസം വെക്കണമെങ്കിലേ ഇങ്ങനെ പൊടിക്കാനും മിക്സിയുടെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പെട്ടെന്ന് വെക്കാം. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തൊണ്ടമുളക് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാറുള്ളൂ, നമ്മളിതൊരു 4ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എരിവും കൂടെ അതിലേറെ. എരിവില്ലാത്ത മുളകാണിത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നേ. അത് കഴിഞ്ഞിട്ട് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മല്ലിയില ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടു. ഉപ്പ് അപ്പോൾ ആവശ്യം നോക്കി ചേർത്തോളാം. ഞാനിപ്പോൾ ഇത്ര ഇടുന്നു. ഇനിയിപ്പോൾ വെള്ളം ചേർക്കണം. വെള്ളം വന്നിട്ട് നമുക്ക് ഈ ഉപ്പിനും പുളിക്കും ഈ പൊടികൾക്കും ഒക്കെ ആവശ്യമുള്ള വെള്ളം. ഇപ്പം ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. അത് കറക്റ്റായിട്ടുണ്ട്. ആ പുളിയും നമ്മൾ ഒഴിച്ച പുളിയും ശകല ഉപ്പ് ചേർക്കുന്നേ. സൂപ്പർ രസം കേട്ടോ. മതി, ഉപ്പൊന്നും കൂടി പോകരുത് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഒരു പാത്രത്തിൽ മാറ്റാം. അപ്പോൾ കണ്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി രസം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.